ഇത് ഞായറാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നിവിടെ റെഡ് അലേർട്ടൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. പക്ഷെ മഴയൊന്നുമില്ല, ചെറിയ രീതിയിൽ വെയിലുണ്ട്. ഇന്ന് എഴുന്നേക്കാൻ നന്നായിട്ട് വൈകിയിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ഞാനൊരു കാപ്പിയൊക്കെ വെച്ചു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാപ്പി കൂടി നിർത്തി എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ റെഡ് അലേർട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. മഴക്കാലം എന്ന് പറയുന്നതേ ടെൻഷനാണ്. വേറെ ഒന്നുമല്ല, ഞാൻ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ സ്ഥലവും വീടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു കുന്നിൻ്റെ മേലെയാണ് കേട്ടോ വീട്. അപ്പോൾ നല്ല രീതിയിൽ മഴ വരിക എന്നൊക്കെ പറയുമ്പോൾ മണ്ണിടിച്ചിൽ വരുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനാണ്. പിന്നെ വലിയ രീതിയിലുള്ള മഴ വന്നിട്ടില്ല, 2 ദിവസം ചെറിയൊരു മഴ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കണം. ഇന്ന് രാവിലത്തേക്ക് ദോശയും കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി ഞാൻ ഇന്ന് വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കടലയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, മാവ് തണുപ്പ് മാറാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഞായറാഴ്ച ദിവസം വൈകി എണീക്കുന്നതുകൊണ്ട് അന്നത്തെ ദിവസം എല്ലാം പതുക്കെയായിരിക്കും കേട്ടോ. പിന്നെ കുഞ്ഞൂസ് നേരത്തെ എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ക്ലാസ് ഉള്ള ദിവസം എണീക്കാനേ ബുദ്ധിമുട്ടുള്ളൂ, ക്ലാസ് ഇല്ലാത്ത ദിവസം നേരത്തെ എഴുന്നേറ്റ് പോയിക്കോളും. പിന്നെ ഏട്ടനും രാവിലെ നേരത്തെ എഴുന്നേക്കൂട്ടോ. എനിക്കാണ് ഈ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഏട്ടനും ഉണ്ട് അടുക്കളയിൽ സഹായിക്കാനായിട്ട്. ഏട്ടൻ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ അടുക്കളയിൽ വന്നിട്ട് എന്തെങ്കിലും സഹായിക്കൂട്ടോ. സഹായിച്ചില്ലെങ്കിലും എൻ്റെ കൂടെ വർത്താനം പറഞ്ഞിട്ടാണെങ്കിലും അടുക്കളയിൽ വന്നിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ കടലക്കറിക്കുള്ള തേങ്ങയൊക്കെ വറുത്ത് അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് കടലയൊക്കെ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. അതുകൊണ്ട് കടലക്കറി കുറച്ച് തിക്കായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ തുടങ്ങുന്ന ഒരു ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കടലക്കറിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് നിങ്ങൾ എനിക്ക് ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തേലും വെച്ചിട്ട് എൻ്റെ കടലക്കറിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. കടലക്കറി മാത്രമല്ല, ഞാൻ ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾ ടിപ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരലുണ്ട്. അങ്ങനെ ഇതാ ദോശയും കടലക്കറിയും കട്ടൻ ചായയൊക്കെ ആയിട്ട് ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും കൂടി ഒന്ന് ടൗണിലേക്ക് പോവുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വാങ്ങിക്കണം എന്നുണ്ട്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പാത്രങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ മഴ ആയിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. പിന്നെ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ടോപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പാണ്. അന്ന് ഞാൻ മാക്സിൻ്റെ ഒരുപാട് ടോപ്പുകൾ ഒന്നിച്ച് കാണിച്ച സമയത്ത് ഓരോന്നായിട്ട് വീഡിയോയിൽ കാണിക്കണേ അജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയിലായിട്ട് കാണിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വഴിയുടെ അവസ്ഥ ശോകമാണ് കേട്ടോ. വണ്ടി കയറലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ കയറാൻ പറ്റില്ല, മേലെ വന്നിട്ട് വേണം കയറാനായിട്ട്. പിന്നെ ഞങ്ങൾ മാനന്തവാടിയിലെ ഹാപ്പി 7 ഡേയ്സിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാനിവിടെ പാത്രങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കുറേ ആർട്ടിഫിഷ്യൽ പൂച്ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് എന്തായാലും ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷെ എന്തായാലും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പഴയ നമ്മുടെ നൂൽപുട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന അച്ചില്ലേ, ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല, പക്ഷേ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ നോക്കിയാണ് ഞാൻ പോയത്, പക്ഷേ സ്റ്റീലിൻ്റെ ഇല്ല. പക്ഷേ എല്ലാവരും പറയുന്നത് ഇതാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് മെയിനായിട്ട് വന്നത് വലിയൊരു ചെരുവം വാങ്ങിക്കാനാണ് കേട്ടോ. മാവ് അരച്ച് വെച്ചിട്ട് പൊന്തി പോകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു പാത്രം നോക്കിയിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ ഇടയിൽ ഞാനൊരു സ്റ്റീലിൻ്റെ കുടം കണ്ടു കേട്ടോ. കുടത്തിലൊക്കെ പണ്ട് കുറേ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും വീടുകളിലൊന്നും കുടമൊന്നും കാണാനില്ല കേട്ടോ. നമ്മുടെ കുടകിൽ ഞങ്ങൾ ഇതിനെ ബിന്ദിക എന്നൊക്കെ പറയും കേട്ടോ. ഇവിടെ അങ്ങനെ പറയുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചോറും കലം കൂടി എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള ഇതിൻ്റെ കുഞ്ഞു കലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് വലിയ കലം വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ചെരുവ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എടുത്തില്ല കേട്ടോ. ബൈക്കിലായതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ നൂൽപുട്ടിൻ്റെ അച്ച് വാങ്ങിയ സ്ഥിതിക്ക് നൂൽപുട്ട് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിനുള്ള മാവും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് ബീഫും കൂടി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.